ഹലോ ഗായ്സ്, KP നടത്തുന്ന നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്. സീസൺ 12 നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മുടെ വൈപ്പിൻ യൂണിറ്റാണ് ഈ പ്രാവശ്യം നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ തന്നെ അതിൻ്റെ ജേഴ്സി കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളും ടീം ഇറങ്ങണ്ടായിരുന്നു. നമ്മളുടെ ടീം എല്ലാവരും കൂടി സെറ്റായിരുന്നു. പ്രാക്ടീസ് കുറവായിരുന്നു, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ച് ആളായിട്ട് ഇങ്ങനെ കളിക്കണേ കൊണ്ട് അതിൻ്റെ ആ ഒരു ഓളത്തിൽ തന്നെ ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. നല്ല രാവിലെ തന്നെ എല്ലാവരും കൂടി എത്തി, 6 മണി 6:30 ആയപ്പോൾ എല്ലാവരും എത്തി. പറവൂർ ഗ്രൗണ്ടിൽ ഒടിച്ചായിരുന്നു കളി. മാമ്പോ കിടിലനായിട്ട് പറയാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ അവിടെ സെറ്റായിട്ടിരിക്കണമായിരുന്നു. അങ്ങനെ ആ കളി ഫസ്റ്റ് കളി തുടങ്ങി. ഞങ്ങളുടെ തന്നെ ആയിരുന്നു ഫസ്റ്റ് കളി. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ പിന്നെ ഞാനാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഓപ്പണിങ് തന്നെ ഇറങ്ങി. ഞാൻ ശ്രീത്തും കൂടിയായിരുന്നു ഓപ്പണിങ്. അങ്ങനെ ഒരു 2 കളി അങ്ങ് ജയിച്ചു. ടീമിലൊരു 3 കളി ജയിച്ചാൽ മാത്രം സെമിയിലോട്ട് കടക്കുള്ളായിരുന്നു. ATക്ക് മാൻ ഓഫ് ദ മാച്ചും കുറച്ച് ബെസ്റ്റ് ബാറ്റ്സ്മാനുള്ള കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. നല്ല പ്ലെയർ ആയിരുന്നു കേട്ടോ, AT പൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 കളി ജയിച്ചുള്ളൂ, സെമിയിൽ കയറിയില്ല. എന്നാലും പിന്നെ നമ്മളുടെ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു മൂടി തന്നെ അങ്ങോട്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് പിന്നീടുള്ള കളികളും കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ ഒരു മൂടി തന്നെ പോയി. ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ജില്ലാ പ്രസിഡൻ്റൊക്കെയാണ് നമ്മുടെ ഉദ്ഘാടിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഒന്ന് ഓണായിട്ട് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. ജിക്സണൊക്കെ ഉണ്ടായിരുന്നു, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ജിക്സൺ LOCയുടെ ഓണറായിരുന്നു. അപ്പോൾ ആളും ഉണ്ടായിരുന്നു. ആലുവ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. ആളാണ് ടീമിന് വേണ്ടി കളിച്ചത്. പിന്നെ ബോളിംഗ് ഉണ്ടായിരുന്നു. ഇത് ബോളിങ്ങിൽ പൊളിയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ഒരു മൂടി തന്നെ ബോളിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി. 90 സെക്കൻഡിൽ എറിഞ്ഞിട്ടോ ഒരു ഓവർ. ഞാൻ ഇത്തിരി എറിയാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ അന്നത്തെ വൈകിട്ടത്തെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ ശിവറാം ചേട്ടൻ്റെ ഫ്ലാറ്റിലോട്ടാണ് പോയത്. അവിടെ ഇരുന്ന് സ്റ്റേ. അവിടെ നിന്ന് കിട്ടില്ല വ്യൂ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ, പൊള്ളി സാധനം. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെയൊക്കെ ഞാൻ തൊട്ടരിയത്ത് നിന്ന് കണ്ട്. ഈ കാണുന്നത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കിടിലം വ്യൂ ആയിരുന്നു. രാവിലെ തന്നെ എണീറ്റപ്പോൾ അവിടെ നിന്ന് നേരെ രാവിലെ തന്നെ ഇറങ്ങി ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിൽ ചെന്ന് അങ്കമാലി ഞങ്ങളായിട്ട് ജയിച്ചതിൻ്റെ പേരിൽ അവർ സെമി കയറിയിരുന്നു. നല്ല പ്ലേ ആയിരുന്നു. 12 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. അതിൽ സുജിത്തിൻ്റെ ആള് കുറേ വർഷങ്ങളായിട്ട് അടിപൊളിയായിട്ട് കളിയൊക്കെ കളിച്ച്. പിന്നെ കൊച്ചിയും ഉണ്ടായിരുന്നു, കൊച്ചിയായിരുന്നു ഫൈനലിസ്റ്റ് ആയത്. കൊച്ചിയും അങ്കമാലിയാണ് ഫൈനലായത്. നല്ല കൊച്ചിയും അത്യാവശ്യം അടിപൊളി കളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടും കൂടി ആയി. പിന്നെ അങ്കമാലിയാണ് ജയിച്ചത്. അങ്ങനെ നമ്മുടെ ടൂർണമെൻറ്റ് അവസാനിച്ച്. അങ്കമാലി കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ആ പരിപാടി അവിടെ അങ്ങോട്ട് അവസാനിച്ച് അങ്കമാലിക്ക് കപ്പും കൊടുത്താണ് അന്നത്തെ ദിവസം പിരിഞ്ഞത്.